ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ നമ്മളുടെ 2026 എന്ന് പറഞ്ഞ ഒരു വർഷം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് നമ്മുടെ 2026 സീരിയസ്ലി ഞാൻ പറയുന്നു, ഒരുപാട്, അതായത് ഇത്രയും നാൾ നിങ്ങൾ കടന്നു വന്ന സാഹചര്യമോ സിറ്റുവേഷൻസോ ഒന്നും അല്ല. പക്ഷെ ബൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്താ പറയുക, ഞാൻ ഒരുപാട് പ്രഡിക്ഷൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റീഡിങ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ 2026 എന്ന് പറയുന്നൊരു വർഷം ഇറ്റ്സ് എ ഫാൻറ്റസിക് വേൾഡാണ്. അതൊരു ഒരു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, 2026 ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നമുക്ക് എന്താ പറയുക, അത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ മിറാക്കിൾ എന്നും പറഞ്ഞാൽ പോരാ, മാജിക്കൽ വേൾഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. മാജിക്കൽ വേൾഡ്, നിങ്ങൾ മാജിക്കൽ വേൾഡിലായിരിക്കും. സീരിയസ്ലി ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ തരാം. സീരിയസ്ലി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ഇയർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പറയുന്നത് 2026 നിങ്ങൾ എഴുതി ഒപ്പിട്ടിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയോടെ പറയുന്നു. 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ നിൽക്കുന്ന സമയമായിട്ടാണ് കാണാൻ വരുന്നത്. ഇവൻ ഞാൻ കഴിഞ്ഞോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആണുങ്ങൾ പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇവൻ്റെ പിരിക്ക് മൊയ്തീനെ ആ സ്പാൻഡറിനെടുത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ. സോ ഞാൻ പറയുന്നത്, ഇതിൻ്റെ എൻഡിൽ, അതായത് 2025 എൻഡിൽ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ആണുങ്ങൾ പ്രസവിക്കും എന്നല്ല ഞാൻ പറയുന്നത്, ആണുങ്ങൾ പ്രസവിച്ചിരിക്കും. ഓക്കെ, ഞാൻ 100% എൻ്റെ പറയാം, എൻ്റെ റീഡിങ്ങിന് ഞാൻ ഉറച്ചിരിക്കും. സോ അതുമാത്രമല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സയൻസ്, ഒന്നാമത്തെ കാര്യം സയൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജനിക്കാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫിലിം നമ്മൾ കാത്തിരിക്കില്ല, അതേ കണക്കാണ് 2026. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളും പ്രോബ്ലംസും എല്ലാം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ പോലും 2026 ഫാൻറ്റസിക് വേൾഡ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിനെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന അൾട്ടിമേറ്റ് യൂണിവേഴ്സലായി മാറിയിരിക്കും, അല്ലെങ്കിൽ മാറും എന്നുള്ളത് തന്നെയാണ് 2026 നമുക്ക് വേണ്ടി ഡിവൈൻസ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് പേരുടെ ദൈവവിശ്വാസം മാറും, ഒരുപാട് പേര് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കും, ഒരുപാട് പേർക്കുടെ വിശ്വാസം പോവും. പക്ഷേ ഇറ്റ്സ് കളിക്കുന്ന ഫുള്ള് ഡിവൈൻസ് ആയിരിക്കും. ഡിവൈൻസ് എന്ന് പറയുന്നത് മാജിക്കൽ പവറുള്ള ഒരുപാട് ഏഞ്ചൽസ് വരാൻ ചാൻസസ് ഉണ്ട്, ഒരുപാട് ബ്ലെസ്സിങ്സ് വരാൻ ചാൻസസ് ഉണ്ട്. അന്യഗ്രഹത്തിൽ നിന്നും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അന്യഗ്രഹ ജീവികളായിരിക്കാം, ഏലിയൻസ് ആയിരിക്കാം, അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. സയൻസ് ആൻഡ് ഫിക്ഷൻ ആൻഡ് ഗോഡ് എല്ലാം കൂടെ മിക്സ് ചെയ്ത്. പക്ഷേ നമുക്കൊരു ദൈവവിശ്വാസം വേണം, കാരണം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിലാണ് പോകുന്നത്. ബട്ട് സയൻസിൻ്റെ ഒരു കളിയായിരിക്കും. ബട്ട് ഞാൻ പറയുന്നത് ഭയങ്കര ഒരു 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 ഇത് ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിരിക്കും, നിങ്ങൾക്ക് അത്രയും ബ്യൂട്ടിഫുള്ളായിരിക്കും. സമയം പെട്ടെന്ന് പോകുന്നു എന്ന് പറഞ്ഞ് ഓരോ വർഷങ്ങളെയും കളിയാക്കിയ ആൾക്കാരടുത്ത് ഞാൻ പറഞ്ഞു, സമയം പയ്യേ പോകത്തുള്ളൂ, സമയം മെല്ലെ പോകത്തുള്ളൂ. സോ അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. 2026 എന്ന് പറയുന്നത് സമയം പയ്യെ തന്നെയാണ് പോകുന്നത്, സമയം പയ്യെ മാത്രമേ പോകത്തുള്ളൂ. ഇവിടെ ഇപ്പം ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞവണ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്, ആണുങ്ങൾ പ്രസവിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഇങ്ങനെ മൊയ്തീന സ്പെൻഡറിങ് എടുത്ത് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന്, നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിൽ കുറേയധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മതിയാവും, അതിൻ്റെയൊക്കെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. സോ 2026 ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് വരും. ഓക്കെ, അടുത്തത്, പെണ്ണുങ്ങളുടെ കുഴി പെണ്ണുങ്ങൾ തന്നെ തോണ്ടും, ലേഡീസിൻ്റെ കുഴി ലേഡീസ് തന്നെ തോണ്ടും. അതായത് പെണ്ണുങ്ങൾക്കൊരു പവറുണ്ട്, അതിൽ ഫെമിനൈൻ എനർജിക്കൊരു പവറുണ്ട്. ആ ഫെമിനൈൻ എനർജി കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർ തന്നെ
റിട്ടേൺ താഴെ കൊണ്ടുവരും. അടുത്ത പോയിന്റ്, അതായത് ഫെമിനിൻ എനർജി, പെണ്ണുങ്ങളുടെ എനർജി പെണ്ണുങ്ങൾ തന്നെ നശിപ്പിക്കും, പെണ്ണുങ്ങളുടെ ക്യാരക്ടർ പെണ്ണുങ്ങൾ തന്നെ നശിപ്പിക്കും. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ടാവും, കൊച്ചു കുട്ടികൾ തന്നെ അതീന്ദ്രിതമായിട്ടുള്ള കഴിവുണ്ടാവും. ഇത് ബ്ലാക്ക് മാജിക് ആണോ, ഇത് ദൈവവിശ്വാസം അല്ലെ, ഇത് ദൈവത്തിൻ്റെ കഴിവാണോ എന്നൊന്നും പോലും അറിയാൻ പറ്റത്തില്ല. അടുത്തത്, ഡിവൈൻ പവർ എന്തായാലും ഉണ്ടായിരിക്കും. ദൈവവിശ്വാസം, എല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിലോട്ട് എന്താ പറയുക, ദൈവം എന്തായാലും ഇറങ്ങി കളിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല, അല്ലെങ്കിൽ ദൈവം ഇറങ്ങി കളിക്കത്തില്ല. പക്ഷേ ഒരുപാട് ഡിവൈൻസിനെ ആയിരിക്കും വെച്ച് കളിക്കുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ വരും. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു എക്സാമ്പിളല്ല, മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ 2 നടന്മാർ, ഈ ഭൂമിയിൽ ഇവർ രണ്ടുപേരും മാത്രമാര് നടർ, ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു നടന്മാർ. പക്ഷേ ഇനി അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇനി ഇല്ല. ഇനി ഉണ്ടാവുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെ കഴിവും, ഓൾമോസ്റ്റ് 100 അല്ല 1,00,000 മമ്മൂട്ടി മോഹൻലാൽ ഇനി ഇവിടെ ഉണ്ടാവും. അതായത് അത്രയും കഴിവ്, അവർ മാത്രം പിടിച്ചു വെച്ചിരിക്കുന്ന സാമ്രാജ്യം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ട് സാമ്രാജ്യം, എല്ലാവർക്കും കഴിവുണ്ട്. എല്ലാവരുടെ കഴിവിനെയും ഇറക്കി മറിച്ച് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ അൾട്ടിമേറ്റിൻ്റെ തുടക്കമാണ് 2026. ഇത് 2K കിഡിനോ അല്ലെങ്കിൽ എന്താ പറയുക 1990 കിഡിനോ 2 അങ്ങനെയൊന്നും ആർക്കും വന്ന് ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. കാരണം അൾട്ടിമേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു എനർജിയാണ്. സോ കളിക്കുന്ന ഫുള്ള് പഞ്ചഭൂതങ്ങളും നമ്മുടെ യൂണിവേഴ്സും തന്നെയായിരിക്കും, അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇത് ഞാനിപ്പോൾ എൻ്റെ ഇൻറ്റ്യൂഷനിൽ എനിക്ക് തോന്നിയ ഒരു എനർജി വെച്ചിട്ട് ഞാൻ പറയുന്ന സിറ്റുവേഷൻസാണ്. സോ നമുക്ക് റീഡിങ്ങിലോട്ട് പോകുന്ന സമയം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് അറിയണ്ടേ. ഓഫ് കോഴ്സ് പോസിറ്റീവ് ഉണ്ടാകുന്നുണ്ട്, നെഗറ്റീവ്സ് ഉണ്ടാകും, അതൊക്കെ നമ്മുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. ബട്ട് നമുക്ക് എനർജി തരാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈൻ പവർ ഉണ്ടാവും. നമ്മളെല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈൻ പവർ ഉണ്ടാവും. നമ്മുടെ സോളിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും. പിന്നെ പുരാണങ്ങൾ തേടി നിങ്ങൾ പോയിരിക്കും. പുരാണങ്ങൾ തേടി പോവുക എന്ന് പറയുന്നത് മഹാഭാരതം, മുസ്ലിംസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ മതം, ക്രിസ്ത്യൻസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ മതം, നിങ്ങളുടെ കാലചക്രം തേടി നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പോയിരിക്കും. 2026 നിങ്ങളുടെ പിതൃക്കന്മാരെയും നിങ്ങൾ ആത്മാക്കളെ വിശ്വസിച്ചിരിക്കും. നിങ്ങൾ എന്തിലൊക്കെയാണോ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ അതിലൊക്കെ നിങ്ങൾ വിശ്വസിച്ചിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കും. ഫുഡ്, ഡയറ്റ് കാര്യങ്ങൾ അത് മൊത്തം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കും. നിങ്ങൾക്ക് പറ്റിയ ഫുഡ് എന്താണോ അതൊക്കെ അതിലോട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകുന്നത്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും സെക്സിന് ഒരു വാല്യൂ ഇല്ലായിരിക്കും, പ്രണയത്തിൻ്റെ വാല്യൂ കുറയും. പ്രണയത്തിൻ്റെ വാല്യൂ കൂടാൻ ചാൻസസ് ഉണ്ട്, പക്ഷേ സെക്സിൻ്റെ വാല്യൂ എന്നത് കുറഞ്ഞ് നിൽക്കും. സോ സെക്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരുപാട് അവൈലബിൾ ആവും. സെക്സ് എന്ന് പറയുന്നത് വെറുതെ അവൈലബിൾ ആവും. പണത്തിൻ്റെ പവർ പരമാവധി കുറയും. ഡിവൈൻ പവർ ആയിരിക്കും ഉച്ചിയിൽ നിൽക്കുന്നത്. സോ പണം കൊണ്ടെല്ലാം നേടാൻ പറ്റും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പാടാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലേക്കാണ് ഈ ഒരു എനർജി നിൽക്കുന്നത്. ഇത് 2026 തുടക്കം. ഞാനിതിപ്പം എന്ത് പറഞ്ഞെന്ന് എനിക്കൊരു ഓർമ്മയില്ല, പക്ഷേ ഡിവൈൻ ബ്ലെസ്സിങ്സ് ആയിട്ട് എനിക്ക് തന്ന ആ ഒരു എനർജി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2026 നടക്കും എന്നുള്ളത് ഞാൻ 100% പറയാം. പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് ആണുങ്ങൾ പ്രസവിക്കില്ല, അതൊക്കെ ചുമ്മാ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അതൊക്കെ ഉറപ്പായിട്ട് സംഭവിക്കും. പിന്നെ ഇനി അങ്ങനെ അടുത്ത വേറൊരു സാധനം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. വേറൊരു സാധനമൊന്നുമല്ല, അടുത്തൊരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ പോലെ തന്നെ സഹജീവികൾ സംസാരിക്കാനും ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം കൂടാനും ഉണ്ടാവും. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും കാക്ക, തത്തമ്മ, പൂച്ച, ഡോഗ്, ഇവരൊക്കെ മനുഷ്യന്മാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഗതിയിലോട്ട് മാറും. ഇവരൊക്കെ മനുഷ്യന്മാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓഫ് കോഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എഐനേക്കാളും ഇതൊക്കെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എഐക്ക് നിങ്ങൾക്ക് അറിയില്ല, ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. സോ മനുഷ്യന്മാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോഗ്സ് ഒക്കെ വരും. അതായത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് അവരെ നമ്മളിൽ അടുപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ മേ ബി സംസാരിച്ചെന്നും വരാം ഡോഗ്സ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാനൊരു പ്രാന്തനെ പോലെ അലഞ്ഞവനാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്രാന്തനാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറയുന്നത് അത് അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾക്ക് അതിൽ വേറൊരു മാറ്റം വരുത്തരുത്. ഓക്കെ, ഞാനൊരു പ്രാന്തനാണ് എന്ന് തന്നെ നിങ്ങൾ മുദ്ര കുട്ടിക്കോളൂ, നോ പ്രോബ്ലം. അപ്പം ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ഈ പറയുന്ന കണക്ക് എന്താ പറയുക, കുറച്ച് പേമാരിയും കാര്യങ്ങളും യൂണിവേഴ്സലിൻ്റെതായിട്ടുള്ള കളികളും സുനാമി അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്ന അങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഒരു വർഷം വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അഭിമുഖീകരിക്കണം. ചില ബേഡൻ സിറ്റുവേഷൻസും അങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നെഗറ്റീവായിട്ട് ആയിരിക്കത്തില്ല നിങ്ങൾക്ക്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള
കാര്യങ്ങളും യൂണിവേഴ്സിലായിരിക്കും നിങ്ങളെ സഹായിക്കുന്നത്. പിന്നെ മനുഷ്യൻ്റെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ നിൽക്കും കേട്ടോ. അതായത് മനുഷ്യൻ ഞാനാണ് വലുത് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഡിവൈൻ പവർ വന്ന് കളിക്കുന്ന ഏരിയ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാം ഡിവൈൻസ് ആയിരിക്കും. ഏഞ്ചൽമാരും മാലാഖമാരും അവരായിരിക്കും കളിക്കുന്നത്. അതായത് ഗോഡ് എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് കളിക്കുന്ന ഫുള്ള് ഡിവൈൻസ് ആയിരിക്കും മനുഷ്യൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ അവരായിരിക്കും വരുന്നത്. അവരാണ് ഫുള്ള് എല്ലാം ക്രിയേറ്റ്, അല്ലെങ്കിൽ അവരാണ് അനുനാഗി അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ വിശ്വസിച്ച് പോകും. ഓഫ് കോഴ്സ് നമ്മൾ വിശ്വസിക്കേണ്ടി വരും അതിലൊക്കെ. സോ എനിക്കിവിടെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എനർജി എന്ന് പറയുന്നത് ദൈവത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരുപാട് എനർജീസ്, ഒരുപാട് ഡിവൈൻസ്, ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഒരു ദൈവപുത്രന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം അടുത്ത ആൾക്കാരായിരിക്കും നമ്മളെ കൂടുതലും നമ്മളെ സംരക്ഷിക്കുന്നത്. പുരാണങ്ങളിലൊക്കെ പോകും, മിത്തുകളെന്നൊക്കെ പറയുന്നത് സത്യമാകും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യും. ഇതൊക്കെയാണ് ഇവിടെ എനിക്ക് ഇതിൻ്റെ തുടക്കത്തിൽ പറയാനുള്ള. നമുക്ക് റീഡിങ്സിൽ പോയാലേ നിങ്ങളുടെ റീഡിങ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പം ഓഫ് കോഴ്സ് ഈ ഒരു എനർജിയിലായി ഇരുന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. ബട്ട് ഞാനിതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും എനിക്കൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം ഞാനായിട്ട് പറയുന്നല്ല, ആ ഒരു എനർജി എനിക്ക് കയറി പറയുന്നൊരു സമയത്ത് ഉണ്ടാവുന്നൊരു സിറ്റുവേഷനാണ്. സോ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ആഗ്രഹിച്ച എന്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച പ്രണയമൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്ന മാത്രമേ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നും. അതിനേക്കാളും പരമാനന്ദം നിങ്ങളുടെ ലൈഫിൽ വേറെ വരും. അപ്പം നിങ്ങൾ ചിന്തിക്കും, ആ റിലേഷൻഷിപ്പൊന്നും അല്ല, ഇതിനു മേളിൽ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കും. സോ അടുത്തൊരു സാധനം, എന്താ പറയുക, ഒരു സാധനം നമ്മുടെ ലൈഫിലോട്ട് വരും. ഓക്കെ, അപ്പം ആർക്കും ആരോടും വിരോധമോ നെഗറ്റീവ് സിറ്റുവേഷൻസോ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈഗോ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം പോസിറ്റീവായിട്ട് അവരുടെ ജീവിതം ജീവിച്ചിട്ട് അവരെന്താണെന്ന് അറിഞ്ഞ് പോകാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ 2026 വന്നാലും എന്തായാലും റിവേഴ്സ് പോകത്തില്ലല്ലോ. അപ്പം മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്, ഞാനത് പറയുന്നില്ല. ബ്ലെസ്സിങ്സാണ് ഒരുപാടുള്ളത്. നെഗറ്റീവ് പരമായിട്ടുള്ള നമ്മൾ കാണാത്ത, അതായത് ഈ ഭൂമി ഇത്രയും നാൾ വന്നിട്ട് 2026 എന്നുള്ളതാണ് ഏറ്റവും വലിയ വർഷമായിട്ട് കാണാൻ പറ്റുന്നത്. 2026 ഏറ്റവും വലിയ വർഷം. സീരിയസ്ലി ഞാൻ പറയുന്നു, അതിൻ്റെ ഒരു മഹാത്മ്യം ഞാൻ എത്ര പറഞ്ഞാൽ മനസ്സിലാവും. അത് നമ്മൾ കാണാനിരിക്കുന്ന ഒരു ഫിലിം ഞാൻ നിങ്ങൾക്ക് മുന്നേ തരുന്നതാണ് കൈപോകും. നേർക്ക് ദൈവത്തിനെ കാണാൻ പറ്റുക, നേർക്ക് നമ്മളുടെ ഡിവൈൻസിനെ കാട്ടാൻ പറ്റുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഏഞ്ചൽസിനെ കാണാൻ പറ്റുക. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു കാർഡ് എടുത്തിട്ട് എന്താ പറയുക, 7 of Wands അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെജീഷ്യൻ കാർഡ്, ആ മെജീഷ്യനൊക്കെ നമുക്ക് ഡയറക്റ്റ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഇപ്പം ശിവൻ ഗണം അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരുപാട് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നില്ല. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഒരുപാട് മാറ്റം ഉണ്ടാവാൻ പോകുന്ന ഒരു സമയമാണ്. ഈവൻ സയൻസിലാണ് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നത്. പുതിയ ജനറേഷൻ, പുതിയ പിള്ളേർ. ബിസിനസ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഭയങ്കര ഡൗൺ ആകും കേട്ടോ. ബിസിനസ്സൊക്കെ ഭയങ്കര ഡൗൺ ആവും, ഫിനാൻഷ്യലിയൊക്കെ ഭയങ്കര ഡൗൺ ആവും. പക്ഷേ കണ്ടുപിടുത്തങ്ങൾ, കഴിവുകൾ, അതായത് കാലചക്രം മാറി കറങ്ങുക. ഐൻസ്റ്റീൻ വരിക, ലേഡീസിനാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഫെമിനിൻ എനർജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കാത്ത ആൾക്കാരാണ് ലൈഫിൽ വരുന്നത്. ചിന്തിക്കാത്ത ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും മദർ തെരേസേനെ പോലുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള ആൾക്കാരെ ഡിവൈൻ ഒരുക്കി മുന്നേ കൊണ്ട് നിർത്തും. ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ആൾക്കാർ വരും. മറ്റു വിഷമം കണ്ട് ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ വരും. അതുപോലെ തന്നെ എന്താ പറയുക, ഝാൻസി റാണിനെ പോലെ ധീരതയുള്ള ആൾക്കാർ വരും. പിന്നെ ഫെമിനിസം പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് പണി കിട്ടാൻ തുടങ്ങും. പെണ്ണ് ആണ് അതൊന്നുമല്ല, മനുഷ്യനായിട്ട് കണ്ട ആ എനർജിയിൽ നിൽക്കാൻ വേണ്ടി നോക്കുക. അവർക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സോ നല്ല ഗുഡായിട്ടുള്ള ടൈമാണ് 2026. സോ നമുക്ക് ഇത്രയും ഞാൻ പറഞ്ഞു, നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. സോ നമുക്ക് റീഡിങ്ങിൽ പോയിട്ട് എന്താണ് നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങൾ നോക്കാൻ പോകുന്നത്. ഇത്രയും നേരം പറഞ്ഞത് ആ 2026 കുറിച്ചുള്ള ചെറിയൊരു കണക്ഷനാണ്. സോ നമുക്ക് ആ റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കും. ഞാൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് എന്താ പറയുക, നമുക്ക് ഒരുപാട് നമ്മൾ റീഡിങ് എടുക്കുന്നതല്ലേ, നമ്മളൊരു ടൈം ആകുമ്പോൾ ഒരുപാട് റീഡിങ്സും കാര്യങ്ങളും എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും വരും. അതിലുപരി എന്താ പറയുക, നമ്മൾ ഇത്രയും കാർഡ്സും എല്ലാം നമ്മൾ ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് കിട്ടത്തില്ല. വെയിലത്തൊക്കെ കൊണ്ടുപോയി ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഉപയോഗിക്കുന്ന കാർഡല്ലേ. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് പിന്നെയും റീയൂസ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ നിൽക്കും. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ വരാണ്ടിരുന്നത്. പിന്നെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഞാൻ മേടിച്ച് വെച്ചു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സോ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം അല്ലേ.
എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ 2026 എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്? ഇതൊക്കെ ഞാൻ യൂണിവേഴ്സലിൻ്റെ മാറ്റങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കാണുന്ന ഓരോ ആൾക്കാരിലും എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ്, എന്തൊക്കെ നെഗറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ നെഗറ്റീവ് മാറുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 2026 നമ്മൾ അടിച്ചു പൊളിച്ചായിരിക്കും നമ്മൾ ഇവിടെ വരവേൽക്കുന്നത്. സോ കഴിഞ്ഞ കാലവും കഴിഞ്ഞ സിറ്റുവേഷൻസും കഴിഞ്ഞ ബാഡും കഴിഞ്ഞ ക്ലെൻസും കഴിഞ്ഞ റിലേഷൻഷിപ്പും എല്ലാം മാറ്റി വെച്ചതിന് ശേഷം പുതിയ 2026 എന്താണോ വരുന്നത് അതിനെ സ്വീകരിക്കാൻ വേണ്ടി നോക്കുക. സറണ്ടർ ദ യൂണിവേഴ്സിനെ ഫുള്ളി ടോട്ടലി സറണ്ടർ ചെയ്യാൻ നോക്കുക. അവരെന്താണോ ചെയ്യുന്നത്, അവരുടെ എനർജി എന്താണോ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എനർജി അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ കണക്ക് വിട്ടുകൊടുക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം ജസ്റ്റ് പറയുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇവിടെ ഇപ്പം വരുന്നൊരു എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ ആണുങ്ങൾ പ്രസവിക്കുക അന്ന് അത് ഞാൻ ഏതിലാണ്, പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഞാൻ ഏതിലായിരുന്നു പറഞ്ഞത് എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഈ ചാനൽ തന്നെ കിടപ്പുണ്ട്. അതായത് എന്താ പറയുക, ഞാൻ 2025 പ്രഡിക്ഷൻ ചെയ്തതായിരുന്നു 2025 ഈ ഭൂമി ഈ ഒരു സിറ്റുവേഷനിലോട്ട് മാറും എന്നുള്ളത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ കിടപ്പുണ്ട്, ജസ്റ്റ് അത് നോക്കാവുന്നതാണ്. സോ നമുക്ക് ഈ ഒരു സമയം നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻസിലോട്ട് പോകാമേ. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നാണ്. ഓഫ് കോഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ, അല്ലെങ്കിൽ ഇപ്പം അതൊരു ഡിവൈൻ പവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ഗോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എനർജി ആയിരിക്കാം. അത് നമുക്ക് ഓഫ് കോഴ്സ് നമ്മളുമായിട്ട് കണക്റ്റഡ് ആവാൻ തുടങ്ങും. അതായത് ഇപ്പം നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ചാൻസസ് ആവും. അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഓഫ് കോഴ്സ് ഇവിടെ കാണാൻ പറ്റുന്ന മെയിൻ സീൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും നടക്കാൻ വേണ്ടി തുടങ്ങും. കൂടുതൽ ആൾക്കാർക്കും മൈൻഡ് കൺട്രോൾ എങ്ങനെയാണെന്ന് പഠിക്കും. അതായത് ഡിപ്രഷനിലോട്ടൊന്നും പോവാതെ, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലൊന്നും പോവാതെ എങ്ങനെ ജീവിതം ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതായിരിക്കും നിങ്ങൾ കൂടുതലും പഠിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സിഗ്നൽ വഴി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനർജി ഒരുപാട് സ്പ്രെഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിരിക്കും. എനിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്നെന്താണ് ഇങ്ങനെ ജനിപ്പിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ജനിച്ചു എന്നൊക്കെ ഉള്ള ഒരുപാട് തോന്നലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് മാറും. അതായത് ഗ്രഹത്തിൻ്റെയും എനർജി വേവ് ലെങ്തിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും അല്ലെങ്കിൽ സിഗ്നലിൻ്റെയും റൂട്ടിനനുസരിച്ച് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ റൂട്ടും മാറുന്നതായിട്ടാണ് കാണാൻ വരുന്നത്. സോ അബണ്ടൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. അതായത് ഒരു നെഗറ്റീവ് ലൂപ്പിലാണ് നിൽക്കുന്നത്, നെഗറ്റീവ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് കാമായിട്ട് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ ആൾക്കാർ മെഡിറ്റേഷൻ, യോഗ അതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ആനന്ദം അല്ലെങ്കിൽ പരമാനന്ദം കിട്ടുന്ന ഒരു സമയത്തിലോട്ട് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ലോൺലെസ് ഫീല്, നിങ്ങളുടെ സ്വന്തം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ ആരാണ് എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒരു ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ടും കുറയും. നിങ്ങൾക്ക് ഇമോഷൻസിൽ ഭയങ്കര ബാലൻസ് ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇമോഷനിലേക്ക് നിങ്ങൾ ഒരുപാട് ബാലൻസ്ഡ് ആവും കേട്ടോ. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ യൂണിവേഴ്സ് നടത്തി തരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുന്നുണ്ട്, കാർ വാങ്ങാൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് അബണ്ടൻസ് വരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളൊരു റീഡർ ആവണം എന്നുണ്ടെങ്കിൽ റീഡർ ആവാൻ പറ്റും. നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങളുടെ ലൈഫിലോട്ട്, നിങ്ങളുടെ കഴിവ് എന്താണോ ആ കഴിവ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങൾക്കതിനെ പ്യൂരിറ്റി ആയിട്ട് ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫെമിനൈൻ എനർജി ആയിരിക്കും. സോ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിവൈൻ പവർ ആയിട്ട് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് അമ്മ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ. അമ്മ എന്ന് പറയുന്നത് ദേവി സങ്കല്പം, ദേവി അല്ലാതെ എന്താ പറയുക, മാതാവ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ കിട്ടും, വ്യക്തമായിട്ടുള്ള വിഷൻ നിങ്ങൾക്കുണ്ടാവും. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു വിഷൻ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഗുഡായിട്ടുള്ള ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് 2025 കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് അതിനുള്ള ഇൻറ്റ്യൂഷനും കാര്യങ്ങളും കിട്ടിയിട്ട് നിങ്ങൾക്കത് എടുത്തു വെച്ച് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഇവൻ ജോലിയിലാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വയറ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിങ്ങൾ സംസാരം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ ത്രോട്ട് ചക്ര ഭയങ്കരമായി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ വോയിസ് ഉയരുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കാതെ നിന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം ഉയരുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണോ കരിയറിലാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത ബ്ലോക്കേജ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഉയർത്തുന്നുണ്ട്. എനിക്ക് സംസാരിക്കേണ്ടത് ഞാൻ സംസാരിച്ച് അത് നേടിയെടുക്കും എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത്, എനിക്ക് സംസാരിക്കേണ്ട അടുത്ത് ഞാൻ സംസാരിച്ചിരിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു നിലപാടോടുകൂടിയ ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഒരുപാട് ആൾക്കാർക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ലുക്കായിരിക്കാം, നിങ്ങളുടെ ചിന്തകളിലായിരിക്കാം, നിങ്ങൾ നിൽക്കുന്ന ലൂപ്പിലായിരിക്കാം, നിങ്ങളെ ഭയങ്കരമായിട്ടും ആൾക്കാർ ആരാധിക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി കാര്യങ്ങളും എല്ലാം മാറിയിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്തിപ്പെടേണ്ട യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ സോൾ പർപ്പസ്, നിങ്ങളുടെ ആ ഡെസ്റ്റിനി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് റിയലൈസേഷൻ ചെയ്യും. ഇറ്റ്സ് എ മിറാക്കിൾ. ഇതാണ് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്ന സാഹചര്യം ചിലപ്പോൾ നിങ്ങൾ IAS ആവാൻ വേണ്ടിയിട്ടായിരിക്കും പഠിച്ചത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും പഠിച്ചത്. പക്ഷേ നിങ്ങൾ അതൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണോ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ കിട്ടുന്നത് അതിലോട്ട് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് അതിലോട്ട് നിങ്ങളെ നയിക്കും. നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളുടെ പാഷൻ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതല്ല യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ നടക്കാത്ത എന്താണ്? നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പാഷൻ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ അങ്ങോട്ടേ പോവുള്ളൂ. അവിടെ ഒരുപാട് പ്രശ്നങ്ങളും സിറ്റുവേഷൻസും എല്ലാം വരും. നിങ്ങളുടെ പർപ്പസ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒരുപാട് നെഗറ്റീവ്സും പ്രോബ്ലംസും എല്ലാം തരണം ചെയ്ത് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിട്ട് നിങ്ങൾ മാറുന്നതായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പവർ ഓഫ് അനിമൽസ് കാണാൻ പറ്റുന്നുണ്ട്. പവർ ഓഫ് അനിമൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഓരോ ജന്തുക്കൾക്കും അല്ലെങ്കിൽ ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും ഓരോ ജന്തുക്കളുടെ ഇതായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പൂച്ചയുടേതായിരിക്കും, ചില ആൾക്കാർക്ക് പട്ടിയുടേതായിരിക്കും, ചില ആൾക്കാർക്ക് സിംഹത്തിൻ്റെ ആയിരിക്കും. അങ്ങനെ ഓരോരോ ഇതുണ്ടല്ലോ, കാറ്റഗറി ഉണ്ടല്ലോ. അപ്പം അതിനെയൊക്കെ നിങ്ങൾ മെരുക്കി നിങ്ങൾ അടുത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലോട്ട് നിങ്ങൾ കൺട്രോൾഡ് ആവും എന്നുള്ളതായിട്ടാണ്. അതായത് നിങ്ങൾ നിൽക്കാൻ പഠിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും ഒരു ഫാമിലി, നല്ലൊരു കുടുംബജീവിതം വേണം എന്നുള്ളത്. മാരേജ് കഴിക്കാൻ പോകുന്ന ആൾക്കാർക്കും ഇനി കഴിച്ച ആൾക്കാരാണെന്നുള്ളത് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പോകുന്ന ഒരു സമയമായിരിക്കും 2026. അതായത് നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഇവിടെ എനിക്ക് കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഈ എന്താ പറയുക, വേറെ മതത്തിലൊക്കെ ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റും. അതായത് ഇന്ന മതത്തിലുള്ള ആൾക്കാരായിരിക്കത്തില്ല. നിങ്ങളുടെ മതം, ജാതി അതിനൊക്കെ ഉപരി, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജിനൊക്കെ ഉപരി എല്ലാം റിട്ടേൺ ആയിരിക്കും. നിങ്ങളുടെ മതത്തിനുള്ള ആളായിരിക്കത്തില്ല നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളുടെ ഏജിനുള്ള ആൾക്കാരായിരിക്കത്തില്ല നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നത്, നിങ്ങളുടെ സെയിം അല്ല നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ആയിരിക്കത്തില്ല നിങ്ങളുടെ സെയിം കാറ്റഗറിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിക്കളയും. അതായത് പെണ്ണും അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരെയും അങ്ങനെ ആ ഒരു ഗണത്തിൽപ്പെടുന്നില്ല. ഒരു ഫാമിലി, നല്ലൊരു ഗുഡ് ഫാമിലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫാമിലിയും റിലേറ്റീവ്സും മക്കളും എല്ലാം ഉള്ള ആൾക്കാരാണെന്ന് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലോട്ട് വേറൊരു വ്യക്തി കടന്നു വന്ന് നിങ്ങളെ മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്പിരിച്വൽ ലൈഫിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങൾ ഈ സമയത്ത് മീറ്റ് ചെയ്യും. 2026 സ്പിരിച്വൽ ഗുരൂസൊക്കെ നിങ്ങൾക്ക് ഒരുപാടുണ്ടാവും. അവരുമായിട്ടൊക്കെ ഒരു പ്രണയബന്ധം ഉണ്ടാവാനൊക്കെ ഉള്ളൊരു ചാൻസസ് ഉണ്ട്. അതായത് സോൾമേറ്റ്, ടിൻ ഫ്ലെയിം, അങ്ങനെയൊക്കെയുള്ള സ്റ്റാർ സീഡ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാടില്ലേ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് വ്യക്തമായിട്ടുള്ള സ്നേഹം, അതായത് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം, നിങ്ങളൊന്ന് ഹഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഈ വ്യക്തിയുടെ ഇഷ്ടം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജി, ഈ വ്യക്തിയുടെ ഓറ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് എനിക്ക് തന്നിട്ടാണ് ആളെന്നെ കെട്ടിപ്പിടിക്കുന്നത്, ഒരു നെഗറ്റീവ് എനർജി ഇല്ല, നിങ്ങളത്രയും കംഫർട്ടാണ് എന്നുള്ളൊരു യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് തന്നെയാണ് യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ഫാമിലി വാല്യൂ, ഇമോഷൻസിൻ്റെ വാല്യൂ,
ഇതായിരുന്നു മനുഷ്യൻ, അല്ലെങ്കിൽ ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ച വ്യക്തി, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും നാൾ ഒരു വ്യക്തിക്ക് വേണ്ടി സമയം കൊടുത്തതെല്ലാം ബാഡായിരുന്നു, പക്ഷേ എൻ്റെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ഇതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ, റൈറ്റ് ആയിട്ടുള്ള സമയത്ത് റൈറ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഇല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമയമായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജെന്യുവിൻ ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ലുക്ക് മാറും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളില്ല, അവരൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ യാതൊരു മാറ്റവും അല്ല യാതൊരു വാല്യൂ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി നിങ്ങളെ മാത്രമായിരിക്കും സ്നേഹിക്കുന്നത്. ആ സമയത്തായിരിക്കും നിങ്ങൾ പണ്ട് വിഷമിച്ചതൊക്കെ നിങ്ങൾ പിന്നീട് ചിന്തിക്കും, ഞാൻ എന്തിനായിരുന്നു അവൻ ആലോചിച്ച് വിഷമിച്ചത് അല്ലെങ്കിൽ അവൾ ആലോചിച്ച് വിഷമിച്ചത് എന്നൊക്കെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. അതായത് നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ വെച്ചൊരു കറി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കുന്ന ഒരു സമയമായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതം ഒരുപാട് പഠിക്കുന്ന ഒരു സമയമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് 2026 കാണാൻ പറ്റുന്നുണ്ട്. എന്ത് മാറ്റി നിർത്തണം, എന്തിനെ എടുക്കണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിവ് വരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നല്ലതിനെയും ചീത്തതിനെയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പോകുന്ന ഒരു സമയമായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഒഴിവാക്കേണ്ട ആൾക്കാരെയൊക്കെ ഈ സമയം നിങ്ങൾ ഒഴിവാക്കി നിർത്തുന്ന ഒരു സമയമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലും നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോണ്, നിങ്ങളുടെ ഓൺ ടൈം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. യൂണിവേഴ്സൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിനാൻസ് ചിലവാക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഹാപ്പിനെസ്, ഒറ്റയ്ക്ക് യാത്ര പോവുക, ഒരു ധൈര്യം വരിക, ഒരു കോൺഫിഡൻസ് വരിക, സ്വയമേ എന്തൊക്കെയോ മനസ്സിലാക്കി അതിനനുസരിച്ച് പോവുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം കംഫർട്ട് സോൺ പൊട്ടിക്കുക എന്നുള്ളൊരു മാർഗം നിങ്ങൾ സ്വീകരിക്കും. അതായത് നിങ്ങൾ കംഫർട്ട് സോണിലാണ് നിന്നത് എന്നുണ്ടെങ്കിൽ ആ കംഫർട്ട് സോണും കാര്യങ്ങളും എല്ലാം മാറ്റിയതിന് ശേഷം കംഫർട്ട് സോൺ മാറി നിങ്ങൾക്ക് അടുത്തൊരു മൂവ്മെൻറ്റിലോട്ട് എത്തേണ്ട ഒരു സമയമായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ മേജർലി വരുന്നത് നിങ്ങളുടെ ഫിസിക്കൊക്കെ ഭയങ്കരമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം 2026 നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്താ പറയുക, ചില സിറ്റുവേഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾ പഠിക്കും. മേ ബി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയത്തില്ലായിരിക്കാം. ഡിപ്പെൻഡൻ്റ് ആവും, ഭയങ്കരമായിട്ട് ഡിപ്പെൻഡഡ് ആവും. ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ ആരെങ്കിലും ഡിപ്പെൻഡഡ് ആവും, ആരെങ്കിലും അടുത്ത് പോകേണ്ടി വരും. മേ ബി നിങ്ങളൊരു ഇൻട്രോവേർട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത് മിണ്ടാണ്ടിരിക്കും, അങ്ങനെയൊക്കെ. പക്ഷേ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ഭയങ്കരമായിട്ട് പേഷ്യൻസ് കൂടുന്നുണ്ട്. എല്ലാം എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം അതിലോട്ട് ഇറങ്ങുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് യാത്രകൾ ഒരുപാട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ എനർജിയും എന്താണെന്ന് മനസ്സിലാക്കി ആ എനർജിക്ക് അനുസരിച്ച് പോകുന്നതിന് കാണാൻ പറ്റുന്നത്. സ്പിരിച്വൽ പരമായിട്ടും ഒരുപാട് ഗുരുക്കന്മാരെയും ഒരുപാട് അനുഭവങ്ങൾ വരുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കുള്ള പ്ലാന്റ് ഏകദേശം എനിക്ക് തോന്നുന്നു കൃഷിപരമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള മാറ്റം വരുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഒരു ആർക്കിടെക്ട് പരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ഒരു ഘടന ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിക്ക് നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. കൂടുതലും പീസാണ്. അതായത് പീസ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ബാക്ക് ബോൺ ആയിട്ട് നിങ്ങളുടെ ഡിവൈൻ നിങ്ങൾ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണുന്നുണ്ട്. എവിടെയാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വന്നത്, എന്താണോ നിങ്ങൾക്ക് പാച്ചപ്പ് ചെയ്യേണ്ടത്, എന്ത് കാർമിക്കാണോ നിങ്ങൾക്ക് തികത്തേണ്ടത്, എന്ത് കാർമിക് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് മാറ്റേണ്ടത്, അതൊക്കെ പാസ്റ്റ് ലൈഫിൽ പോയി മാറ്റിയതിന് ശേഷം തിരിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു സമയമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കാണുന്ന വ്യക്തിയൊക്കെ പോയതിന് ശേഷം പുതിയൊരു വ്യക്തി വന്നതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കണ്ണേർ, കമ്പയർ, ദൃഷ്ടിദോഷം, കൂടോത്രം, ഇതൊന്നും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വരുന്നുണ്ടെങ്കിലും അവരെയൊക്കെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നു. അത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതലും
കാണാൻ പറ്റുന്നത്. കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി റിലേറ്റഡ് ആണെങ്കിലും ആരാണെങ്കിൽ പോലും നിങ്ങൾ ഒന്നിനു വേണ്ടി നിങ്ങൾ അടുപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാവരെയും മാറ്റി നിർത്താൻ വേണ്ടി പഠിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സക്സസ് നിങ്ങൾ കണ്ടുപിടിച്ച് പോകുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ട് ഡിവൈൻ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സോ ആ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ആ എനർജിയും കാര്യങ്ങളൊക്കെ മാറി നിന്നതിന് ശേഷം വ്യക്തമായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്ത് പോകേണ്ട ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു നെടുന്തൂണായി നിങ്ങളുടെ സോളും ഒരു നെടുന്തൂണായിട്ട് നിങ്ങൾ മാറുന്ന ഒരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ ഇതാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് ട്രൂത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പണ്ടത്തെ റിലേഷൻഷിപ്പിൽ എന്താണ് പറ്റില്ല, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, നിങ്ങളുടെ ലൈഫ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, എന്താണ് എൻ്റെ പ്രശ്നം, എന്താണ് എനിക്ക് വന്ന ഇഷ്യൂസ്, അതൊക്കെ മനസ്സിലാക്കി മെൻ്റൽ കോൺഫ്ലിക്റ്റ് അടിക്കാണ്ട് അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വരുന്ന ഒരു സമയമായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വെളിച്ചം, നെക്സ്റ്റ് ലൂപ്പ്, അടുത്തൊരു നെക്സ്റ്റ് ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി നിങ്ങൾ ആരെയും മുന്നേ നിങ്ങൾ കൈനീട്ടാണ്ട് ആരുടെയും ലൂപ്പിൽ വീഴാതെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങളുടെ പർപ്പസ് മാത്രം നോക്കി പോകുന്ന ആൾക്കാർക്ക് ഉപരി നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും നിങ്ങളുടെ ഡ്രസ്സിങ് രീതി മാറും, നിങ്ങളുടെ ക്യാരക്ടർ മാറും, നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, നെഗറ്റീവ് പരമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് മാറും, നിങ്ങളുടെ എനർജി വേവ് ലെങ്ത് എന്താണെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം ഒന്നും സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാറ്റിമറിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകൾ മാറുന്നുണ്ട്, നിങ്ങളുടെ ഫോക്കസ് മാറുന്നുണ്ട്, നിങ്ങളുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാറുന്നുണ്ട്, നിങ്ങൾ നിൽക്കുന്ന രാജ്യം മാറുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ജോലി മാറുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ട ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റും. പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരു സമയമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ അതുപോലെ തന്നെ എന്താ പറയുക, പാസ്റ്റ് ലൈഫ് കർമ്മ സിറ്റുവേഷൻസ്, പാസ്റ്റ് ലൈഫുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങൾ ഈ സമയം കണ്ടുമുട്ടണം എന്നുള്ളത് വിധിപ്രകാരമാണ്. ഡെസ്റ്റിനി പ്രകാരം പാസ്റ്റ് ലൈഫിലുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങൾ ഈ സമയം കണ്ടുമുട്ടേണ്ടി വരും. ഒരുപാട് ഡിവൈൻ ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ആൾക്കാരെ നിങ്ങൾ ഈ സമയം മീറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് തന്നെ തോന്നും ആ വ്യക്തിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വ്യക്തിനെ ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രം ദൈവം കൊണ്ട് തന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന മുഖേന ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് പരമായിട്ടുള്ള പ്രോബ്ലംസിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദിനംദിനം പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് മാറാനുള്ള സമയമായി എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളവിടെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടോട്ടലി എൻഡ് ആയതിനു ശേഷം ഒരു ന്യൂ ബിഗിനിങ്സ്, ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങളുടെ എന്താ പറയുക ഡിവോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ, എന്നും അടിപിടി അങ്ങനത്തുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമായിട്ട് കാണാൻ പറ്റും. അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ സിറ്റുവേഷനിൽ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ ആയിട്ട് തന്നെ ഒരു വ്യക്തിനെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സിറ്റുവേഷൻസ് മേജറിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. നിങ്ങൾ പുതിയൊരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയൊരു അതോറിറ്റി തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, ഒരു ഫാഷൻ സ്റ്റോർ തുടങ്ങുന്നതായിരിക്കാം. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കഴിവ് വെച്ച് എന്തൊക്കെ ഒരു ബിസിനസ് ഐഡിയാസ് ഒരുപാട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഒരു ബ്യൂട്ടി പാർലർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഹോട്ടൽ തുടങ്ങുന്നതാണ്, എന്തോ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ബിസിനസ് നിങ്ങൾ തുടങ്ങുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഒരുപാട് കമ്മ്യൂണിറ്റി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തുണിയാണെങ്കിലും ഫാഷൻ ആണെങ്കിലും എന്താണെങ്കിലും, ഈവൻ ഫുഡ് ആണെന്നുണ്ടെങ്കിലും, ബ്യൂട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും, എന്താണെന്നുണ്ടെങ്കിലും, എന്താ പറയുക, ജ്യൂസ് അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അതിലൊരു കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നുണ്ട്. അതിലൊരുപാട് ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ പോലും വിചാരിക്കാത്തൊരു സക്സസ് നിങ്ങളുടെ ബിസിനസ് രംഗത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് 2026 എന്ന് പറഞ്ഞ് ബിസിനസ്സിലൊക്കെ ഒരുപാട് സക്സസ് ഉണ്ടാവേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സ്പിരിച്വൽ പരമായിട്ട് സ്പിരിച്വൽ പരമായിട്ട് സഞ്ചരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അറിവും ഒരുപാട് മാനിഫെസ്റ്റേഷൻ സ്കില്ലും എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കുന്നതിലുപരി നിങ്ങൾക്കറിയേണ്ട ഒരുപാട് ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കർമ്മ ക്ലെൻസിങ്, നിങ്ങളുടെ ട്രോമാപരമായിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസും ചിന്തകളും നെഗറ്റീവ്സും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ചിന്തകളും കാര്യങ്ങളും എല്ലാം മാറിയിട്ട് നിങ്ങളുടെ മിററിനെ നിങ്ങൾ ക്ലെൻസ് ചെയ്ത് മാറ്റുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള എനർജിക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടു പോകുന്ന ഒരു സമയമായിട്ടാണ് 2026 കാണാൻ പറ്റുന്നത്. 2026 നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്തൊരു ഡോർ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്.
ഈവൻ റിലേഷൻഷിപ്പിൽ കരിയറിൽ ഒന്നിനും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, അഡ്ജസ്റ്റബിൾ ആയിട്ട് മാത്രമാണ് നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഒന്നിനും ഉണ്ടായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്ത ഡോറ് മാറിയിട്ട് വേറൊരു ഡോറിലോട്ട് എത്തിപ്പെടേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സൺ എനർജിയാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ 2026 എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് അബണ്ടൻസ് വരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഏഞ്ചൽ ഗാർഡിയൻ മെസ്സേജ് കൂടെ എത്തിയതിന് ശേഷം നമുക്ക് ഓക്കെ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ മനസ്സ്, അത് മാത്രം നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്താൽ വേണ്ടി മാത്രം മതിയാവും. വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂസും ഇല്ല. നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം ഡിവൈനായിട്ട് തന്നെ മാറ്റാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിവൈൻ നിങ്ങളെ ഡയറക്റ്റ് വന്ന് അനുഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡയറക്റ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസും ഒരുക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. സോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, സോൾമേറ്റ് കണക്ഷൻ, ടിൻ ഫ്ലെയിം ജേണി, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ട, നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളൊരു പ്രശ്നത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ സോൾമേറ്റ് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു മദർലി എനർജി കാണാൻ പറ്റുന്നുണ്ട്. മദർലി എനർജി അല്ലെങ്കിൽ ഒരു ദൈവിക, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ ഒരു ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഒരു മദർലി എനർജി അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു അമ്മയുടെ എനർജി, ഒരു മാതാവിൻ്റെ, ഒരു ദേവിയുടെയൊക്കെ എനർജി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരു മേ ബി നിങ്ങളുടെ അമ്മയുടെ അനുഗ്രഹം തന്നെ ആയിരിക്കും അത്. സോ ആ ഒരു പീസ്ഫുൾ റെസൊല്യൂഷനാണ്, നിങ്ങൾക്കൊരു പീസ്ഫുൾ റെസൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ചൂസ് ന്യൂ ഡയറക്ഷൻ. നിങ്ങളെ സംബന്ധിച്ച് ഒരു വേറൊരു ഡയറക്ഷനിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്, അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും പ്രൊമോഷൻസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വലിയൊരു മാറ്റം, നിങ്ങൾക്ക് ബിസിനസ്സിലും കരിയറിലും എല്ലാത്തിലും തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ലെറ്റ് ഗോ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു പീരീഡ് തന്നെ മാറ്റിയതിന് ശേഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ. അബണ്ടൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ നെഗറ്റീവായിട്ടുള്ള ഒരു കാർഡ്സ് പോലും എനിക്കിവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ബ്ലെസ്സിങ്സ്. മൈക്ക് പോകുന്നുണ്ട് കേട്ടോ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. മൈക്ക് കറക്റ്റ് നിൽക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈൻ നിങ്ങളെ ഒരുപാട് സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാം ഗുഡായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. 2026 എന്ന് പറയുന്നത് ഒരുപാട് ബ്ലെസ്സിങ്സും ഒരുപാട് അനുഗ്രഹങ്ങളും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആവോളം ഡിവൈൻ നിങ്ങളെ ഡയറക്റ്റ് വന്ന് അനുഗ്രഹിച്ച് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഹെൽത്തും വെൽത്തും നിങ്ങളുടെ ബിസിനസ്സും എല്ലാം നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഒരുപാട് സക്സസ്സും ഒരുപാട് കരിയർ ഗ്രോത്തും ഒരുപാട് ഹെൽത്തും വെൽത്തും ഒക്കെ ദൈവം സഹായിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും എൻ്റെ ഡിവൈൻസും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു. ഒപ്പം ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവർക്കും നന്മയോട് കൂടിയുള്ള ഒരു കുടുംബജീവിതവും കാര്യങ്ങളും എല്ലാം വരുന്ന നല്ലൊരു ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള, നിങ്ങളുടെ സമാധാനം എന്താണോ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചുള്ളൊരു ന്യൂ ഇയർസ് ഒരു പുതുവത്സര ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുന്നു. 2026 നിങ്ങൾക്കൊരു നല്ലൊരു ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ടാറ്റ, ബൈ, സി യു.